നമസ്കാരം. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ 5ാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ 5ാമത്തെ ബ്ലോക്കിൽ മോഡേൺ ഇന്ത്യ എന്ന ഒരു തീമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ 4ാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കൊളോണിയൽ ഇന്ത്യ എന്ന തീമായിരുന്നു. ഈ കൊളോണിയൽ ഇന്ത്യ ഒരു കൊളോണിയലൈസേഷൻ പീരീഡിൽ നിന്ന് അല്പം കൂടി അവിടെ നമ്മൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതുപോലെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു സോഷ്യൽ ഇമ്പാക്റ്റിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. സോ ഈ സോഷ്യൽ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായി ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഒക്കെ ലഭിച്ച ആ ഒരു വിഭാഗത്തിൽ നിന്ന് ഒരു കൊളോണിയലിസം എന്നതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു നീരാളിപ്പിടുത്തത്തെ കുറിച്ച് ജനങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാവുകയും പിന്നീട് തങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്നുള്ള ധാരണയിൽ നിന്ന് പുതിയ പുതിയ കലാപങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ മോഡേൺ ഇന്ത്യയുടെ പീരീഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു യൂണിറ്റിന്റെ പേര് കൊളോണിയൽ പെർസ്പെക്റ്റീവ്സ് എന്നാണ്. ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള ഒരു കലാപം, ആറ്റിങ്ങൽ കലാപത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ നോക്കാം. ആറ്റിങ്ങൽ കലാപം ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റിബലിയൻ, ഇംഗ്ലീഷുകാർക്കെതിരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കൊളോണിയൽ പവറിനെതിരെ ഉണ്ടായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ആറ്റിങ്ങൽ റിബല്യൻ എന്ന് പറയുന്നത്. 1721 ആറ്റിങ്ങൽ റിബല്യൻ അരങ്ങേറുന്നത്. അപ്പോൾ ആറ്റിങ്ങൽ കലാപം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ ഒരു സംഘടിത പ്രക്ഷോഭമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം ഉണ്ടായിട്ടുണ്ട്. ആറ്റിങ്ങൽ കലാപം 1721 അപ്പോൾ നമുക്ക് നോക്കാം. ആറ്റിങ്ങൽ റാണി, നമുക്കറിയാം ഈ ഇംഗ്ലീഷുകാരെ ഇവിടെ ഭരണത്തിൽ ഏറുന്നതിന് പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണാധികാരികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഡിസിന്റഗ്രേഷൻ അല്ലെങ്കിൽ അവർക്ക് തമ്മിലുള്ള ഒരു അനൈക്യമായിരുന്നു, ഒരു യൂണിറ്റി ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പോൾ ഇവർ ഇവിടെയുള്ള ഓരോരോ ഭരണാധികാരികളെയും കയ്യിലെടുക്കുകയാണ് ആദ്യം ചെയ്തത്. പിന്നെ അവരെ തമ്മിൽ തല്ലിച്ചു. ഇത് ആദ്യഘട്ടം മുതലേ കൊളോണിയൽ പവറിന്റെ ഒരു സ്വഭാവം അതായിരുന്നു. ഇവിടെ വാസ്കോഡി ഗാമ വന്ന് സാമൂതിരിയെ കണ്ടു മുമ്പ് അല്ലെ, 1400-കളിലാണ്, 1498, അതായത് 15ാം നൂറ്റാണ്ടില് വാസ്കോഡി ഗാമ വന്നിട്ട് അദ്ദേഹം എന്താണ് ആദ്യം ചെയ്തത്? സാമൂതിരിയെ കണ്ടു, അദ്ദേഹത്തിൽ നിന്ന് കച്ചവട ആനുകൂല്യങ്ങളൊന്നും നേടാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലായി. നേരെ അദ്ദേഹം പോയത് കണ്ണൂരേക്കാണ്. കോലത്തിരിയെ കണ്ടിട്ട് ചെയ്തത് സാമൂതിരിയുമായിട്ട് കോലത്തിരിക്ക് ഉണ്ടായിരുന്ന ആ ഒരു വഴക്കിനെ മുതലെടുക്കുകയാണ് അയാളും ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് പിൽക്കാലത്തും 18ാം നൂറ്റാണ്ടിലും ഒക്കെ അരങ്ങേറുന്നത്. എന്ന് വെച്ചാല് ആറ്റിങ്ങൽ റാണിയെ ഈ ഇംഗ്ലീഷുകാര് കുറെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ മയപ്പെടുത്തി തന്നിരുന്നു. എന്നാൽ ഈ റാണിയുടെ ബ്രിട്ടീഷ് പ്രീണന നയത്തോട് ജനങ്ങൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആറ്റിങ്ങൽ റാണിയുടെ അനുവാദത്തോടു കൂടി 5 തെങ്ങില് ബ്രിട്ടീഷുകാർ ഒരു കോട്ട നിർമ്മിച്ചു. അവര് റാണിയെ സോപ്പിട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കോട്ട നിർമ്മാണം. അങ്ങനെ ഈ കോട്ടയില് മേധാവിയായി എത്തിയത് ഗിഫോർട്ടാണ്, മേജർ ഗിഫോർട്ട്. അപ്പോൾ ഗിഫോർഡിന്റെ താല്പര്യങ്ങളെയൊക്കെ അല്ലെങ്കിൽ ധാർഷ്ട്യപൂർവ്വമുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളോട് ജനങ്ങൾക്ക് വലിയ വിയോജിപ്പ് ഉണ്ടായിരുന്നു. ഇനി 1721 ഗിഫോർഡിന്റെ നേതൃത്വത്തില് ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായിട്ട് ഒരു സംഘം ആറ്റിങ്ങൽ റാണിയെ സന്ദർശിക്കാനായിട്ട് പോയി. അപ്പോൾ ആറ്റിങ്ങൽ റാണിക്ക് മുൻപും ഇതുപോലെ അവർ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഏകപക്ഷീയമായിട്ട് ബ്രിട്ടീഷുകാർ അവർക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങളുമായി പോകുന്നു. എന്നാൽ ഇതിനെതിരെ ഭരണത്തില് ആറ്റിങ്ങൽ റാണിയെ ഭരണത്തിൽ സഹായിക്കുന്ന പിള്ളമാർക്കൊന്നും ഇതത്ര സഹിച്ചിരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ ആറ്റിങ്ങൽ റാണിക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ നേരിട്ട് കൊടുക്കാൻ പാടില്ല, ഇവർ മുഖാന്തരമേ നൽകാൻ പാടുള്ളൂ എന്നൊരു പ്രൊവിഷൻ ഒക്കെ വെച്ചു. പക്ഷെ റാണിയും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരും ഈ പ്രൊവിഷൻ ഒന്നും അംഗീകരിച്ചില്ല. ഈ ഒരു ഘട്ടത്തില് നാട്ടുകാരും ഈ ഒരു പടയും കൂടെ ചേർന്നിട്ട് ഈ സമ്മാനം കൊടുക്കാൻ വരുന്ന സംഘത്തെ, അത് ഏകദേശം 140ഓളം എന്ന് പറയപ്പെടുന്നുണ്ട്, അതുപോലെ 133 എന്നൊരു നമ്പറൊക്കെ പറയാറുണ്ട്. ഏകദേശം 140ഓളം വരുന്ന ഒരു സംഘത്തെ മുഴുവനായിട്ട് ആക്രമിച്ച് കൊന്നുകളയുകയാണ് നാട്ടുകാരും അതുപോലെ പിള്ളമാരുടെ സംഘവും, ഭരണത്തില് സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സംഘവും കൂടി ചെയ്യുന്നത്. അതോടുകൂടിയിട്ട് ഏകദേശം 133ഓളം ബ്രിട്ടീഷുകാര് കൊല്ലപ്പെട്ടു. അവരുടെ കച്ചവട കേന്ദ്രങ്ങളൊക്കെ ആണെങ്കിൽ കത്തി നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ചിലരൊക്കെ രക്ഷപ്പെട്ടു, ചിലരൊക്കെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഇതൊരു ജനകീയ കലാപം
ആയിരുന്നു എങ്കിലും ഇതിന് വ്യക്തമായിട്ടുള്ള നേതാക്കളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കൊരു ആറ്റിങ്ങൽ കലാപത്തിന്റെ നേതൃത്വം ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഒറ്റ പേരെടുത്തു പറയാനൊന്നും ഇല്ല. ഇനി പല പ്രാദേശിക തലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നായന്മാരും ഈഴവരും ദളിതരും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ഒരു ആറ്റിങ്ങൽ കലാപം നയിച്ചത്. അപ്പോൾ പ്രധാനമായിട്ടും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ആദ്യ ജനകീയ സമരം എന്നൊരു ഖ്യാതി ആറ്റിങ്ങൽ കലാപത്തിന് 1721 ആറ്റിങ്ങൽ കലാപത്തിന് ഉണ്ട്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ കലാപമായിട്ടും ചില ചരിത്രകാരന്മാരൊക്കെ ആറ്റിങ്ങൽ കലാപത്തെ കാണുന്നുണ്ട്. 1700-കളിൽ അല്ലെ, 1721 എന്ന് പറഞ്ഞാൽ വളരെ ഏർലി പീരീഡ് ആണ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റേ അനേകം കലാപങ്ങൾ ഇതിന് ശേഷമാണല്ലോ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള ആദ്യ കലാപങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് ആറ്റിങ്ങൽ കലാപം നിലനിൽക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. എന്തായാലും ഇത് വ്യാപാരത്തിലും അതുപോലെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പ്രയോഗത്തിലും ഒക്കെ ഒരു തിരിച്ചടി ആയിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടീഷുകാർ അവരെ ഇത് കൂടുതൽ വിജിലന്റ് ആക്കാനാണ് അവർ ഈ ഒരു സമരം ഉപയോഗിച്ചത്. യൂറോപ്യൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് അവരെല്ലാത്തിൽ നിന്നും അഡ്വാൻറ്റേജസ് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്ന ഒരു ജനതയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാരെ കൂടുതൽ അവെയർ ആക്കി. ഇവിടെ കുറച്ചുകൂടി ഒരു വിജിലന്റ് ആയിട്ട് നിൽക്കേണ്ടതുണ്ട് എന്ന ആവശ്യകത അവർക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ബ്രിട്ടീഷുകാർ അതോടുകൂടി തന്നെ കൂടുതൽ കരുത്ത് നേടി അവര് വളരെ സുതാര്യമായിട്ടുള്ള കരാറുകൾ ഉണ്ടാക്കുന്നതിലേക്കൊക്കെ അവരുടെ നയങ്ങൾ മാറുകയാണ്. അതുപോലെ ബ്രിട്ടീഷ് രാജാവുമായിട്ട് കമ്പനി കുറച്ചുകൂടി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600-ലാണ് സ്ഥാപിക്കുന്നത് അല്ലെ. ഇനി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരുന്നുണ്ട്. നിങ്ങൾ ഭാവിയിൽ ഇനി വരും ക്ലാസ്സുകളിൽ പഠിക്കും. 1857 റിവോൾട്ട്. ആ റിവോൾട്ട് വരെ ഒരു കമ്പനി ഭരണം മാത്രം ആണ് ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. ഒരു കമ്പനി ഭരണമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം. എന്നാൽ ഈ 1857 കലാപത്തോട് കൂടിയിട്ടാണ് ബ്രിട്ടീഷ് ക്രൗൺ ഇത് നേരിട്ട് കമ്പനി ഏറ്റെടുക്കുന്നതും ഇന്ത്യയിലെ ഭരണം ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് നടത്തുകയൊക്കെ ചെയ്യുന്നത് 1857 കലാപം മുതലാണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതലാണ്. അപ്പൊ അതിനിടയിലുള്ള ഒരു വലിയ പീരീഡ് ഉണ്ട്. 1600 മുതൽ 1857 വരെയുള്ള ഈ ഒരു പീരീഡില് കമ്പനിക്ക് ഈ ബ്രിട്ടീഷ് ക്രൗണുമായിട്ട് നേരിട്ട് കണക്ഷൻസ് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ ബ്രിട്ടീഷ് റാണിയുടെ എലിസബത്ത് ഫസ്റ്റിന്റെ അനുവാദത്തോട് കൂടിയിട്ടൊക്കെയാണ് ഈ കമ്പനി ഇവിടെ വരുന്നത്. അപ്പോ ഈ ഒരു കലാപത്തോട് കൂടിയിട്ട്, ആറ്റിങ്ങൽ കലാപത്തോട് ബ്രിട്ടീഷ് ക്രൗണുമായിട്ട് കമ്പനി കൂടുതൽ അടുത്ത ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ കൂടുതൽ ഒരു ജാഗ്രത കൈവരിച്ച് നമുക്ക് നിസ്സംശയം പറയാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഒരു ബ്രിട്ടീഷ് വിരുദ്ധ കലാപം, ഏറ്റവും ശക്തമായിട്ടുള്ള ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ പറയുന്ന കലാപമാണ്. 1857-ലാണ് ഇത് അരങ്ങേറുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ചപ്പാത്തി വിപ്ലവം, നിങ്ങൾ ആ പേരുകളൊന്നും ഓർത്തിരിക്കുക. ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നുണ്ട്, താമര വിപ്ലവം എന്നറിയപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെ പല പേരുകളിലും നമ്മുടെ ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചത് വി ഡി സവർക്കർ ആണ്. ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ നാഷണൽ ലീഡർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു നാഷണൽ ഹിസ്റ്റോറിയൻ എന്ന നിലയിൽ അദ്ദേഹം ഇതിനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് കാണുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ ഇതിനെ വെറും ഒരു ശിപ്പായിമാരുടെ, അതായത് സൈന്യത്തിലെ ഒരു അത്രയൊന്നും ഉയർന്ന പദവിയല്ല. ശിപ്പായി എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന സൈനിക പദവിയാണ്. സോ സൈന്യത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ശിപ്പായിമാർക്കിടയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സൈനിക കലാപമായിട്ട് മാത്രമേ ബ്രിട്ടീഷുകാർ ഇതിനെ കാണുന്നുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം എന്തായിരുന്നു ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ളത് കാണാം. അപ്പോ ഇതിന്റെ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കണം. 1857 മെയ് 10 ആണ് ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 1857 മെയ് മാസം 10-ാം തീയതിയാണ് മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇതിന്റെ ഒരു ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൈനിക മേധാവികൾക്കെതിരെ സൈന്യത്തിലെ കീഴുദ്യോഗസ്ഥരായിട്ടുള്ള ശിപ്പായിമാരാണ് ഈ ലഹള തുടങ്ങി വെക്കുന്നത്. അത് പിന്നെ അങ്ങോട്ട് സ്പ്രെഡ് ആവുകയാണ്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിവിധ നേതാക്കളൊക്കെ ഉയർന്നു വന്ന് ഈ ഒരു കലാപം സ്പ്രെഡ് ആവുകയാണ്
ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് സൈന്യത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർ ഇതിനെ സൈനിക കലാപമായിട്ട്, ഒരു ശിപ്പായി മ്യൂട്ടിനി എന്ന പേരിലൊക്കെ ഇതിനെ വിളിക്കുന്നത്. അപ്പൊ ഇത് ഇന്ത്യയിലെ ഏകദേശം വലിയ ഒരുപാട് കേന്ദ്രങ്ങളിലേക്ക് വ്യാപിച്ച ഒരു വലിയ കലാപമായിട്ട് മാറി. അതുകൊണ്ടാണ് മറ്റുള്ളവർ ഇതിനെ, നാഷണൽ ലീഡേഴ്സ് അല്ലെങ്കിൽ നാഷണൽ ഹിസ്റ്റോറിയൻസ് ഇതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിലേക്ക് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ താമര വിപ്ലവം എന്നും ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ വിളിച്ചതെന്ന് നമുക്ക് പിന്നീട് പറയാം, വരും വഴിയെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഡൽഹി, കാൺപൂർ, ലക്നൗ, ഝാൻസി, ഗ്വാളിയോർ, ഇങ്ങനെ പല വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഈ ഒരു കലാപം വ്യാപിച്ചു. അവധ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കേന്ദ്രങ്ങളിലേക്ക് കലാപം വ്യാപിക്കുന്നുണ്ട്. ശരി, നമുക്ക് ആദ്യമായിട്ട് എന്തൊക്കെയായിരുന്നു ഇതിനുള്ള കാരണങ്ങൾ എന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഇതിന്റെ പൊളിറ്റിക്കൽ റീസൺസ് ആണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ബ്രിട്ടീഷുകാർ ഇവിടെ അടക്കി വാഴുകയാണ്. ഇവിടെ നിലവിലുണ്ടായിരുന്ന ഭരണാധികാരികൾക്കൊക്കെ പല പല കാരണങ്ങൾ പറഞ്ഞ് പലരെയും ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുന്ന സാഹചര്യമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡൽഹൌസിയുടെ ദത്താവകാശ നിരോധന നിയമം എന്ന് പറയുന്ന നിയമം. ഓക്കെ, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാല് അനന്തരാവകാശികൾ ഇല്ലാത്ത ഇന്ത്യൻ രാജാക്കന്മാർക്ക് ഒരു പരമ്പരാഗതമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ട് അവർക്ക് അനന്തരാവകാശികളെ ദത്തെടുക്കാനും അവരിലൂടെ ആ ഒരു ഭരണം തുടരാനും, അല്ലെ, അച്ഛന് സ്വന്തമായിട്ടൊരു മകനില്ല, അപ്പോൾ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ, അനന്തരാവകാശിയെ ദത്തെടുത്ത് ആ ഭരണം അങ്ങനെ തുടർന്നു പോകാനുള്ള അധികാരം ഉണ്ടായിരുന്നു. എന്നാൽ ഡൽഹൌസി പ്രഭു ഒരു പുതിയ നിയമം കൊണ്ടുവന്നു, ദത്താവകാശം നിരോധിക്കുന്ന. അതായത് ദത്തെടുക്കാൻ പാടില്ല, ഇനി മുതൽ അനന്തരാവകാശികളെ രാജാക്കന്മാർക്ക് ദത്തെടുക്കാൻ സാധിക്കുകയില്ല എന്നതോടുകൂടി പ്രഖ്യാപനമുണ്ടായി. ഇതേ തുടർന്ന് ഒരുപാട് പേർക്ക് ഭരണം നഷ്ടപ്പെട്ടു. നമ്മുടെ ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായി ഒക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഈ സമരത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഇവരുടെ ഭർത്താവായിരുന്ന ഗംഗാധര റാവുവിന് മക്കളില്ലാത്തത് കൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന തരത്തിലേക്ക് വന്നു. കുഞ്ഞിനെ ദത്തെടുത്തിരുന്നു, പക്ഷെ ആ കുട്ടിക്ക് ഭരണം നൽകാൻ സാധിക്കില്ല എന്ന പേരിലേക്കൊക്കെ വന്ന് അതാണ് പിന്നെ വലിയ ഒരു കലാപമായിട്ട് ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായി സമരത്തിന് ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പലർക്കും ഈ രീതിയിൽ ദത്താവകാശം നിരോധിക്കപ്പെട്ടത് കൊണ്ട് അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാർക്ക് തീർച്ചയായിട്ടും ഒരു അസംതൃപ്തി ഉണ്ട്, അല്ലെ, ഈ സിസ്റ്റത്തിനെതിരെ പോരാടണമെന്ന അസംതൃപ്തിയുണ്ട്. അത് ഒരു രാഷ്ട്രീയ കാരണമാണ്. അപ്പൊ ഇത് പല രാജാക്കന്മാരും ഈ ഒരു കാരണം കൊണ്ട് ഈ കലാപത്തിലേക്ക് ഇറങ്ങുന്നതിന് ഉള്ള സാഹചര്യം ഉണ്ടായി. അപ്പൊ ഒന്നാമത്തെ രാഷ്ട്രീയ കലാപം അതാണ്. മറ്റൊന്നാണ് സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. വെല്ലസ്ലി പ്രഭുവിന്റെ ഒരു സംവിധാനമാണ് ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് പ്രകാരം ഒരു സൈന്യത്തെ, ഈ ബ്രിട്ടീഷ് സൈനിക റെജിമെന്റിനെ ഈ രാജാക്കന്മാര് അവരുടെ രാജ്യത്ത് ചെല്ലും ചെലവും ഒക്കെ കൊടുത്ത് നിർത്തണം. പകരം എന്താണ്, ബ്രിട്ടീഷുകാര് പ്രൊട്ടക്ഷൻ, ഇവർക്ക് മറ്റു രാജാക്കന്മാരെ ആക്രമിക്കുന്നതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ നൽകും. എന്നാൽ ഇതൊരു വലിയ ട്രാപ്പ് ആയിരുന്നു. ഈ രാജാക്കന്മാർക്ക് ഈ വലിയ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വലിയ ഒരു ആർമിയാണ്, അല്ലെ, അവരുടെ ചെല്ലും ചെലവും കൊടുത്ത് പോറ്റുക എന്നുള്ളത് ബ്രിട്ടീഷുകാർക്ക്, ഇന്ത്യൻ രാജാക്കന്മാർക്ക് വലിയൊരു ബാധ്യതയായിരുന്നു. അത് അവരെ കൊണ്ട് സാധിക്കുന്ന കാര്യമായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഈ സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിലൊക്കെ ചേരാൻ നിർബന്ധിതരായ സബ്സിഡറി അലയൻസിനൊക്കെ ഒരുപാട് മറ്റു പ്രോബ്ലംസും ഉണ്ട്. അപ്പൊ നമ്മൾ അത്ര ഡെപ്തിലേക്ക് പോകേണ്ടതില്ല. ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കി വെക്കുക, ഇങ്ങനെയുള്ള ഡോക്ട്രിൻ ഓഫ് ലാപ്സും സബ്സിഡറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ എന്നതാണ് കേട്ടോ ഇതിന്റെ മലയാളം പേര്. സൈനിക സഹായ വ്യവസ്ഥയിലൂടെയും ഒക്കെ ഈ രാജാക്കന്മാർക്ക്, ഇന്ത്യൻ രാജാക്കന്മാർക്ക് അധികാരം നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, അവർ ഇതിനെതിരെ പോരാടും. പിന്നെ ഇന്ത്യയില് അന്ന് നിലനിൽക്കുന്ന ഭരണം ഏതാണ്, മുഗൾ ഭരണമാണ്, അല്ലെ. നിങ്ങൾ ഈ സമാന്തരമായിട്ട് ഇവിടെ മറ്റൊരു ഭരണമുണ്ട്. നമുക്കറിയാം, ഇവിടെ 1206 സുൽത്താൻ ഭരണം വരുന്നുണ്ട്, അല്ലെ. പിന്നീട് 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തോട് കൂടിയിട്ട് ഇവിടെ മുഗൾ ഭരണം വരുന്നുണ്ട്. ഇനി ഈ മുഗൾ രാജാക്കന്മാരിൽ നമ്മൾ ഏറ്റവും മൈറ്റി റൂളേഴ്സിന്റെ ഒക്കെ ഭരണം കഴിഞ്ഞ് ഇവിടെ ഇപ്പോഴും തുടർന്നു പോകുന്നത് ഈ മുഗൾ ഭരണം തന്നെയാണ്. കാലം ഏതാണ്, 1880-കളാണ്, അല്ലെ. 1857 കൃത്യമായിട്ട് പറഞ്ഞാല്. അപ്പൊ ഇവിടെ ഒരു ഭരണമുണ്ട്, മുഗൾ ഭരണം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ബഹദൂർ ഷാ സഫർ ആണ് മുഗൾ ഭരണാധികാരി. ഇന്ത്യയിലെ അന്നത്തെ മുഗൾ ഭരണാധികാരി ആരാണ്, ബഹദൂർ ഷാ സഫർ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബ്രിട്ടീഷ് ഭരണത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ബഹദൂർ ഷാ സഫറും
അനുഭവിക്കുന്നുണ്ട്. അവരുടെ വെറും ഒരു നോമിനൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു പേരിനൊരു പാവ ഭരണാധികാരിയായിട്ട് നിലനിൽക്കാൻ മാത്രമേ ഈ ബഹദൂർ ഷാ സഫറിന് സാധിക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു എംപററുടെ അല്ലെ ഒരു സാമ്രാജ്യത്തിന്റെ അധിപതിയാണ്, ചക്രവർത്തിയാണ്. എന്നാൽ ചക്രവർത്തിയുടെ പവർ ഒന്നും ഇല്ലതാനും. അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ എന്തുണ്ടായിരിക്കും? അസംതൃപ്തി ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ റീസൺസ് ഇതിന് വലിയ കാരണമാണ്. ഇവിടെ പലതരത്തിലുള്ള നിയമങ്ങൾ 1835 മുതൽ ഒരുപാട് നിയമങ്ങൾ ഇവിടെ കമ്പനി കൊണ്ടുവരുന്നുണ്ട്. 1772 നിയമമൊക്കെ വരുന്നുണ്ട്. ചാർട്ടർ ആക്ട് മുതൽ ഇങ്ങനെ പലതരം നിയമങ്ങൾ ഇവിടെ നടപ്പിൽ വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ വിരുദ്ധവും ബ്രിട്ടീഷുകാർക്ക് അനുകൂലവുമായിട്ടുള്ള നിയമങ്ങൾ തന്നെയാണ് ഈ നടപ്പിൽ വരുത്തുന്നത്. അപ്പൊ അതിനെതിരായിട്ടുള്ള ഒരുപാട് കാരണങ്ങള് രാഷ്ട്രീയപരമായിട്ട് വന്നു. ഇനി നമുക്ക് സൈനിക കാരണങ്ങൾ നോക്കാം. സൈനിക കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് സൈനിക കാരണത്തിന് മുമ്പ് നമുക്ക് മതപരമായിട്ടുള്ള ചില റീസൺസ് ഉണ്ട്. ഇതൊരു ഓർഡറിൽ പഠിച്ചു പോകുന്നതാണ് നിങ്ങൾക്കും നല്ലത്. സൈനിക കാരണം ആണ് പെട്ടെന്ന് ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ നമുക്കിനി മതപരമായ റീസൺസ് നോക്കാം. മതപരമായ കാരണം എന്ന് പറഞ്ഞാല് ഇന്ത്യക്കാര് വളരെ മതാധിഷ്ഠിതമായിട്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. അപ്പൊ അവര് ആ മതത്തിന്റെ ഭാഗമായിട്ട് അവര് കാലങ്ങളായിട്ട് അനുവർത്തിച്ചു പോരുന്ന കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്ത്യൻസ് ഇതിൽ വളരെയേറെ അത്തരം നിയമങ്ങളോട് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആചാരങ്ങളോട് വളരെ ബോണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ജനതയാണ് ഇന്ത്യൻ ജനത എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ആധുനികമായിട്ടുള്ള കാര്യങ്ങളും ഈ മതത്തിനെ നിരാകരിക്കുന്ന അവരുടെ മതാചാരത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അത്ര ദഹിക്കുന്നതായിരുന്നില്ല. അപ്പൊ സൈന്യത്തിൽ വരുമ്പോ ഈ പൊട്ട് ധരിക്കുക അല്ലെ, ഹൈന്ദവരുടെ ആചാരപ്രകാരമുള്ള പൊട്ട്, ഇസ്ലാമിക ആചാരപ്രകാരമുള്ള തൊപ്പി, അതുപോലെ ടെർബൈൻ ഒക്കെ ധരിക്കുന്ന പല വിഭാഗങ്ങളും ഉണ്ട് ഇന്ത്യയിൽ. അപ്പൊ ഇവരുടെ മതാചാര പ്രകാരമുള്ള ഇത്തരം അടയാളങ്ങളെയൊക്കെ ബ്രിട്ടീഷുകാരെ എതിർത്തു. അതൊന്നും സൈന്യത്തിൽ പാടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിനൊക്കെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ അതുപോലെ ഈ ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് ഈ കടല് കടന്ന് വിദേശ രാജ്യത്തേക്കൊക്കെ പോകാനുള്ള പല സാഹചര്യങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായി. സൈന്യത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വേറെ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് യുദ്ധം ചെയ്യേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. എന്നാൽ ഇന്ത്യയിലെ വിശ്വാസം അല്ലെങ്കിൽ ഇന്ത്യൻ ഹൈന്ദവരുടെ വിശ്വാസ പ്രകാരം കടൽ കടക്കുക എന്നുള്ളത് ദാറ്റ് വാസ് എ ടാബു, ഒരു വിലക്കുണ്ടായിരുന്നു, മതപരമായിട്ടൊരു വിലക്കുണ്ടായിരുന്നു. കടൽ കടന്നു കഴിഞ്ഞാൽ ഈ മതത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കടൽ കടക്കാനൊക്കെ നിർബന്ധിച്ചത് അവരെ പ്രശ്നത്തിലാഴ്ത്തി, വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തി. അപ്പൊ ഇങ്ങനെയുള്ള പിന്നെ ക്രിസ്ത്യാനിറ്റി ഇവിടെ വ്യാപിക്കാൻ തുടങ്ങുന്നതൊക്കെ ഇന്ത്യയിലെ തദ്ദേശീയരായിട്ടുള്ളവർക്ക് വലിയ ഒരു ആശങ്ക ഉണ്ടാക്കി. അപ്പൊ ഇങ്ങനെയുള്ള മതപരമായ കാരണങ്ങൾ കൊണ്ട് ഒരു ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ജനങ്ങൾക്കിടയിൽ, പട്ടാളക്കാർക്കൊക്കെ ഇടയിൽ വളരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഒരു വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു വിഭാഗം ഇവിടെ വളർന്നു വരുന്നുണ്ട് അല്ലെ, ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച ഒരു മധ്യവർഗം വളർന്നു വരുന്നുണ്ട്. അപ്പൊ അവരിൽ നിന്നും ചില ഘട്ടത്തിലൊക്കെ ഒരു ആന്റി ബ്രിട്ടീഷ് മനോഭാവം ഉണ്ടായി വരുന്നുണ്ട്. ഇനി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. സാമ്പത്തികമായിട്ട് ഇന്ത്യയെ ഇങ്ങനെ ചൂഷണം ചെയ്ത് പിഴിഞ്ഞ് ചണ്ടിയാക്കിയിട്ടുള്ള ഒരു ഇക്കോണമിയാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഈ ഗംഗയുടെ തീരത്ത് നമ്മുടെ സിസ്റ്റം ഒരു വലിയ സ്പോഞ്ച് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് ഗംഗയുടെ തീരത്ത് നിന്ന് നല്ലതിനെല്ലാം ഇങ്ങോട്ട് വലിച്ചെടുത്ത് തെയിംസിന്റെ തീരത്ത് കൊണ്ടുവന്ന് പിഴിഞ്ഞു വെക്കുകയാണ് എന്നുള്ളത് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സ്പോഞ്ച് പോലെയാണ് അവരുടെ സിസ്റ്റം പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ സാമ്പത്തികമായിട്ട് വളരെയേറെ ചൂഷണം ചെയ്ത് ചണ്ടിയാക്കിയിട്ട് സ്ക്യൂസ് ചെയ്ത് പറ്റുന്നത്രയും നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പട്ടിണിയും പരിവട്ടങ്ങളും ക്ഷാമങ്ങൾ അല്ലെ, വിള നശിക്കുന്നത്, ഒരുപാട് അഗ്രികൾച്ചറൽ റിഫോംസ് അവർ കൊണ്ടുവന്നു. അതൊക്കെ ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള, ഇന്ത്യക്കാർക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഒരു തീൻ കാത്തിയ സിസ്റ്റം അവർ കൊണ്ടുവന്നു. തീൻ കാത്തിയ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കുള്ള കൃഷിഭൂമിയിൽ 1/3 ഭാഗം നീലം കൃഷി ചെയ്യാൻ ഉപയോഗിക്കണം എന്ന് പറയുന്നതാണ്. അതുപോലെ പ്ലാന്റേഷൻസ് കൊണ്ടുവന്നു. ഇതൊക്കെ തന്നെ നമ്മുടെ സാമ്പത്തിക മേഖലയെ അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ സെക്ടറിന്റെ ഒക്കെ നടുവൊടിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അപ്പൊ ഇതൊക്കെ വലിയ വലിയ പ്രോബ്ലംസ് ഇന്ത്യക്കാർക്കിടയിൽ അസംതൃപ്തി സൃഷ്ടിക്കുന്നതായിരുന്നു. ഇനി ഇതിലേക്ക് മാറ്റുകൂട്ടുന്ന ഒന്നായിരുന്നു സൈനിക കാരണങ്ങൾ എന്ന് പറയുന്നത്. സൈനിക കാരണം 1857 കലാപത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്.
അപ്പോൾ കർഷകരും ജന്മിമാരും ഒക്കെ ഇതിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ, ബ്രിട്ടീഷ് ഭരണത്തെ തുടർന്ന് ധാരാളം പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിലേക്ക് സൈനിക കാരണങ്ങൾ കൂടി ആവുമ്പോഴത്തേക്കും പ്രശ്നം വളരെ കലുഷിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പൊ നമുക്കിനി സൈനിക കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ സൈനിക കാരണങ്ങൾ, ഈ സൈന്യത്തില് തീർത്തും രണ്ട് തട്ടുകളായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്, വലിയ ഡിസ്ക്രിമിനേഷൻ, വിവേചനം സൈനികര് അനുഭവിച്ചിരുന്നു. ഉയർന്ന തസ്തികകളെല്ലാം തന്നെ ബ്രിട്ടീഷുകാർക്കും, സൈന്യത്തിലെ ഉയർന്ന പോസ്റ്റുകളെല്ലാം തന്നെ ബ്രിട്ടീഷുകാർക്കും യാതൊരു വിധത്തിലുള്ള പ്രൊമോഷനും സാധ്യതകളില്ലാത്ത ശിപ്പായിമാരായിട്ട് തദ്ദേശീയരായിട്ടുള്ള സൈനികരെ, ഇന്ത്യൻ സൈനികരെയുമാണ് വിന്യസിച്ചിരുന്നത്. അതുപോലെ ഇന്ത്യൻ സൈനികർക്ക് വളരെ മോശയിൽ ട്രീറ്റ്മെന്റ് ആണ് സൈന്യത്തിൽ ലഭിച്ചിരുന്നത്. ഏറ്റവും മോശമായിട്ടുള്ള ഭക്ഷണം, അത് തന്നെ വളരെ നോമിനൽ ആയിട്ടുള്ള ഫുഡേ ലഭിച്ചിരുന്നുള്ളൂ. അവരുടെ യൂണിഫോമിലും എല്ലാത്തിലും ഒരു ക്വാളിറ്റി കുറവ്, വൃത്തിഹീനമായ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ വലിയ വലിയ പണിഷ്മെന്റുകൾ, സൈനികമായിട്ടുള്ള ചെറിയ വീഴ്ചകൾക്ക് പോലും വലിയ പണിഷ്മെന്റുകൾ, ഏറ്റവും കുറഞ്ഞ വേതനം, ഇതെല്ലാം കൊണ്ടും ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ സൈനികര് വളരെയേറെ ഡിസ്കണ്ടന്റ് ആയിരുന്നു. അവർക്ക് ഒട്ടും സംതൃപ്തി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ വളരെ ഉയർന്ന വർഗീയ വിവേചനം സൈന്യത്തിൽ അനുഭവിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ സിപ്പായിമാര് വലിയ ശിക്ഷകള്, ഈ ഉയർന്ന വെള്ളക്കാരായിട്ടുള്ള പട്ടാളക്കാരിൽ നിന്ന് ഉയർന്ന ശിക്ഷകള് അനുഭവിച്ചിരുന്നു. പിന്നെ സൈന്യത്തിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മതപരമായിട്ടുള്ള കാരണങ്ങൾ സൈന്യത്തിലും ഉണ്ടായിരുന്നു. ഇവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ഫോളോ ചെയ്യാൻ സൈനികരെ അനുവദിച്ചിരുന്നില്ല. സൈന്യത്തിൻ്റെതായ ചില ആചാരങ്ങളും അല്ലെങ്കിൽ ചില ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഈ സൈനികരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ളത് ആയിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് ആകെ മൊത്തത്തിലൊരു അസംതൃപ്തിയിൽ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു റൂമർ അവിടെ പ്രചരിക്കുന്നത്. അതായത് സൈനികർക്ക് വേണ്ടിയിട്ട് ഇറക്കുമതി ചെയ്തിട്ടുള്ള പുതിയ എൻഫോൾഡ് റൈഫിളിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന തിര എന്ന് പറയുന്നത്, അതായത് വെടിയുണ്ട എന്ന് പറയുന്നത്, ഒരു ഷീറ്റിൽ പൊതിഞ്ഞിട്ടാണ് വരുന്നത്. ആ ഷീറ്റ് പാക്ക് ചെയ്യുന്ന, ഗ്രീസ് ചെയ്തിരിക്കുന്നത് പന്നിയുടെയും പശുവിന്റെയും ഒക്കെ നെയ്യ് ഉപയോഗിച്ചിട്ടാണ്. അത് കടിച്ച് പൊട്ടിച്ചിട്ട് വേണം ഈ തിര തോക്കിലിട്ടിട്ട് ഉപയോഗിക്കാൻ. അപ്പൊ ഇവിടെ നമ്മുടെ മതപരമായിട്ട് വളരെയേറെ ബോണ്ട് ആയിട്ടുള്ള ജനവിഭാഗമായിരുന്നു ഇന്ത്യൻസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, സൈന്യത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പന്നി ഒരു നിഷിദ്ധമായിട്ടുള്ള, ഹറാമായിട്ടുള്ള വസ്തുവാണ്. അതുപോലെ ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം പശു എന്ന് പറയുന്നത് അവരുടെ പുണ്യമൃഗമാണ്. അപ്പോൾ ഇവർക്ക് രണ്ട് വിഭാഗങ്ങൾക്ക് ഇത് വലിയ ഒരു പ്രശ്നം സൃഷ്ടിച്ചു. ഇതാണ് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു സൈന്യത്തില് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു കലാപമായിട്ട് മാറുന്നത്. അങ്ങനെ 32-ാം റെജിമെന്റിലെ സൈനികനായിട്ടുള്ള മംഗൽ പാണ്ഡെ ഒരു ഉദ്യോഗസ്ഥനെതിരെ നിറയൊഴിക്കുകയും അത് ഒരു പെട്ടെന്ന് തന്നെ സൈന്യത്തിൽ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിനൊക്കെ കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഈ 32-ാം റെജിമെന്റ്, മീററ്റിലെ ഈ റെജിമെന്റിൽ നിന്നാണ്, സൈനിക റെജിമെന്റിൽ നിന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൽ പാണ്ഡെയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കലാപം പല മേഖലകളിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് പേരുകൾ, ചപ്പാത്തി വിപ്ലവം എന്നും താമര വിപ്ലവം എന്നൊരു പേര് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അത് ആ പേര് വീഴാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കലാപവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിനെ, മെസ്സേജസ് പാസ് ചെയ്യുന്നതിനെ ബ്രിട്ടീഷുകാർ വളരെ വിജിലന്റ് ആയിരുന്നു. അവര് അന്ന് ഇന്നത്തെ പോലെ മൊബൈലും അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണ് അല്ലെ, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ സൈനികർക്കിടയിൽ ഈ കലാപവുമായിട്ടുള്ള കാര്യങ്ങൾ അവര് പരസ്പരം മെസ്സേജ് പാസ് ചെയ്തിരുന്നത് ചപ്പാത്തിയിൽ എഴുതിയിട്ടാണ്. പരസ്പരം കഴിക്കാനുള്ള ചപ്പാത്തി പാസ് ചെയ്യുമ്പോൾ അതിലാണ് അവര് മെസ്സേജുകൾ പാസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ചപ്പാത്തി വിപ്ലവം എന്നൊരു പേരുണ്ട്. പിന്നെ അതുപോലെ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന താമരയുടെ ഇതളില് ഇവരെ ഈ മെസ്സേജസ് പാസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. അപ്പൊ പൂജാദ്രവ്യങ്ങളൊന്നും വലിയ രീതിയിൽ ചെക്ക് ചെയ്യില്ല. അങ്ങനെ ഈ രീതിയിൽ ഈ രണ്ട് ഫോംസ് ഇവർ യൂസ് ചെയ്തത് കൊണ്ടാണ് ചപ്പാത്തി വിപ്ലവം എന്നും താമര വിപ്ലവം എന്നൊക്കെയുള്ള പേര് വരുന്നത്. വാട്ട് എവർ ഇറ്റ്, ഈ സൈന്യത്തില് നിന്ന് ഈ ഒരു മെസ്സേജ് വളരെയേറെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഒരു സമര ആഹ്വാനം വരുന്നു. സമൂഹത്തിന്റെ വിവിധ ശ്രേണികളിലുള്ളവര് ഈ ഒരു കലാപത്തില് അണിചേരുന്നു.
മംഗൾ പാണ്ഡെയെ പോലെയുള്ള ആളുകളൊക്കെ രക്തസാക്ഷികളാകുന്നു. ലക്ഷ്മിബായി, അതുപോലെ തന്നെ ഔദിൽ നിന്ന് ബീഗം ഹസ്രത്ത് മഹല്, അതുപോലെ കൻവർ സിംഗ്, നാനാ സാഹേബ് തുടങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു. സമരം വലിയ രീതിയിൽ കത്തിപ്പടരുന്നു. സമരകാരികള് നമ്മുടെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ബഹദൂർ ഷാ സഫർ രണ്ടാമനെ ബഹദൂർ ഷാ സെക്കൻഡിനെ കൊണ്ട് ഈ കലാപത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു. അവര് ബാദ്ഷായി ഹിന്ദ് എന്ന പേര് ഇദ്ദേഹത്തിന് നൽകുന്നു. ഇന്ത്യയുടെ ചക്രവർത്തി എന്നൊരു പേരൊക്കെ നൽകിക്കൊണ്ട് സമരം അങ്ങനെ വലിയ രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷേ ഇതിന്റെ ഈ ഒരു നേതൃത്വം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ഉള്ളവരെ ചേർത്ത് പിടിക്കുന്നതിൽ പരാജയപ്പെട്ടു. പിന്നെ മാത്രവുമല്ല, ഇവർക്ക് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള വെപ്പൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാകൃതമായിട്ടുള്ള അമ്പും വില്ലും കുന്തം അങ്ങനെയൊക്കെയുള്ള വെപ്പണുകൾ, ആയുധങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ആർമി ഉണ്ട്. ഒരു നിർദ്ദേശം കിട്ടിയാൽ കൃത്യമായിട്ട് ആ നിർദ്ദേശം ഫോളോ ചെയ്യുന്ന ഒരു ആൾക്കൂട്ടമല്ല അവരുടെ സൈന്യം എന്ന് പറയുന്നത്. അവരുടെ സൈന്യം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആർമിയാണ്. ഒരുപാട് സൈനിക ട്രെയിനിങ് ഒക്കെ ലഭിച്ചിട്ടുള്ള ആർമിയായിരുന്നു അവർക്ക്. അത് മാത്രവുമല്ല, അവരുടെ കയ്യിൽ ഗൺ പൗഡർ ഉണ്ടായിരുന്നു, വെടിമരുന്ന്, തോക്കുകൾ അവർ ഉപയോഗിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് നിഷ്പ്രയാസം ഈ സമരത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ എങ്കിലും അവർ പറയുന്നുണ്ട്, ഈ സമരം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയിരുന്നുവെങ്കിൽ 1857 തന്നെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ തുരത്തപ്പെട്ടേനെ എന്ന് പറയുന്നുണ്ട്. പിന്നെ നോക്കൂ നിങ്ങൾ, എത്ര വർഷമാണല്ലേ. പിന്നീട് 1947 ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാര് കെട്ടുകെട്ടുന്നത്. അപ്പൊ അതുവരെയുള്ള ഒരു കാലത്തൊന്നും അവർക്ക് ഭരിക്കാൻ സാധിക്കില്ലായിരുന്നു. ഒരു പക്ഷെ ഇന്ത്യയുടെ വിധി മറ്റൊന്നായി മാറിയേനെ. ബ്രിട്ടീഷുകാര് ഈ 857 തന്നെ ഇവിടുന്ന് പുറത്താവേണ്ട സാഹചര്യമൊക്കെ വരുമായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും 1858 ഈ കലാപം പൂർണ്ണമായിട്ട് സപ്രസ് ചെയ്യപ്പെട്ടു, അടിച്ചമർത്തപ്പെട്ടു. ഇനി ഇതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയില് ഭരണം നടത്തിയിരുന്നത് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങനെ ഭരണം നടത്തി. അതില് ബ്രിട്ടീഷ് ക്രൗണിന് വലിയൊരു റോളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു സമരത്തോട് കൂടിയിട്ട് ഇന്ത്യക്കാര് ഈ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം അതിശക്തമായിട്ട് ഉയരുകയാണെന്നും കമ്പനി ഏകപക്ഷീയമായിട്ട് ഭരിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ഫെർദർ പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ക്രൗൺ കമ്പനിയുടെ മേല് ബ്രിട്ടീഷ് ക്രൗണിന്റെ കൃത്യമായിട്ടുള്ള കൺട്രോള് ഏർപ്പെടുത്തി. അതുവരെ ഇവിടെ ഗവർണർ ജനറൽമാരാണ്, കമ്പനിയുടെ ഗവർണർമാരാണ് ഭരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കമ്പനിയുടെ ഗവർണർമാരെ പിൻവലിച്ചുകൊണ്ട് കിങ്ങിന്റെ അല്ലെങ്കിൽ ക്വീനിന്റെ വൈസ്രോയി ഭരിക്കുന്ന ഒരു രീതിയിലേക്ക് 1858 ഒരു നിയമം പാസാക്കി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 എന്ന് പറഞ്ഞൊരു നിയമം പാസാക്കുന്നു. ആ നിയമപ്രകാരം ഇന്ത്യയിലെ വൈസ്രോയിമാരുടെ ഭരണം, വൈസ്രോയി എന്ന് പറഞ്ഞാൽ റെപ്രസെന്റേറ്റീവ് ആണല്ലേ, അപ്പൊ ബ്രിട്ടീഷ് ക്രൗണിന്റെ വൈസ്രോയിമാര് ഭരിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. മാത്രവുമല്ല, ഇന്ത്യയോടുള്ള സമീപനത്തിൽ അവർ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തി. കുറച്ചൊരു അയവുള്ള ഭരണം നടത്തി. കാരണം അധികം ആളുകളെ ഇങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തുന്നത് അവർക്ക് ആരോഗ്യകരമല്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അവർ കുറച്ചൊരു മൃദു സമീപനം ഇന്ത്യയോട് സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ഇനി മുസ്ലിം സമുദായത്തെ അവരൊരു അല്പം സംശയത്തോട് കൂടിയാണ് കണ്ടിരുന്നത്. ഈ ഒരു കലാപത്തില് വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പൊ ഒരു ഭീകരരായിട്ട് അവർ മുസ്ലിങ്ങളെ കണ്ടു. എന്ന് വെച്ചാൽ ഭീകരർ എന്ന് പറയുമ്പോൾ കൊളോണിയൽ ഭരണത്തിന് കടുത്ത ഭീഷണിയാണ് മുസ്ലിങ്ങൾ എന്ന് അവർ തിരിച്ചറിയുകയും അതോടുകൂടി ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം യൂണിറ്റി തകർക്കാൻ എന്ത് വില കൊടുത്തും ഇവിടെ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തു. ആ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ആദ്യ ഘട്ടം മുതലേ കാണുന്നുണ്ട്. എങ്കിലും അത് 1905 കഴ്സൺ പ്രഭുവിന്റെ നേതൃത്വത്തിലെ ബംഗാൾ വിഭജനത്തോടു കൂടി അതിന്റെ ഒരു കൾമിനേഷൻ ഇവിടെ ആവുകയാണ്. അത് പിന്നെ നേരെ അവർക്ക് ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള റിസൾട്ടുകളിലേക്കാണ് എത്തിയത് എന്നുള്ളതൊക്കെ മറ്റു ചർച്ചകളാണ്. എങ്കിലും ആ ഒരു രീതിയിൽ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, ഭിന്നിപ്പിച്ച് ഭരിക്കുക നയം ഇവിടെ കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത അവര് ഊന്നി പറയുകയും അത് തിരിച്ചറിയുകയും ചെയ്തത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇനി പോലീസിന്റെയും സൈന്യത്തിന്റെയും ഒക്കെ ഒരു പുനഃസംഘാടനം നടന്നത് ഈ ഒരു കലാപത്തെ തുടർന്നായിരുന്നു. അപ്പൊ കലാപം തുടങ്ങിയത് ഒരു
ഒരു സൈന്യത്തിൽ നിന്നാണെങ്കിലും ഇതിന് വലിയ ജനകീയ അടിത്തറ കിട്ടുകയും ഒരു ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് തന്നെ ഈ ഒരു 1857 കലാപം മാറുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആറ്റിങ്ങൽ കലാപവും അതുപോലെ തന്നെ റിവോൾട്ട് ഓഫ് 1557 താങ്ക് യു.